എല്ലാവർക്കും നമസ്കാരം. ആയുർവേദത്തിലെ അമൂല്യമായ ഔഷധങ്ങളിൽ ഒന്നാണ് കൂശ്മാണ്ഡ രസായനം. കൂശ്മാണ്ഡം എന്നാൽ നമ്മുടെ കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ പ്രധാന ചേരുവയായി നിർമ്മിക്കുന്ന ഈ ഔഷധം ശരീരത്തിന് തണുപ്പും കരുത്തും നൽകുന്നതിൽ ഒന്നാമതാണ്. മാനസികവും ശാരീരികവുമായ ക്ഷീണമകറ്റാനും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും ശരീരപുഷ്ടിക്കും ഇത് ഫലപ്രദമാണ്. മാനസിക സമ്മർദ്ദവും ഭക്ഷണ രീതികളും മൂലം ശരീരത്തിനുണ്ടാകുന്ന തളർച്ച മാറ്റാൻ കൂശ്മാണ്ഡ രസായനം മികച്ച ഔഷധമാണ്. ഇത് കേവലം ഒരു മരുന്ന് എന്നതിലുപരി ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒരു ഉത്തമമായ ടോണിക് കൂടിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണകരമായ ഈ രസായനം ശരീരത്തിലെ പിത്തദോഷങ്ങളെ ശമിപ്പിക്കാൻ സഹായിക്കുന്നു. കൂശ്മാണ്ഡ രസായനത്തിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളെപ്പറ്റി നോക്കാം. വിട്ടുമാറാത്ത ചുമ, ശ്വാസമുട്ടൽ എന്നിവയ്ക്ക് കൂശ്മാണ്ഡ രസായനം മികച്ച പ്രതിവിധിയാണ്. ഇത് ശ്വാസകോശത്തിലെ തടസ്സങ്ങൾ നീക്കുകയും ശ്വസന പ്രക്രിയ സുഗമമാക്കുകയും ചെയ്യുന്നു. മൂക്കിലൂടെ രക്തം വരിക, അമിതമായ ആർത്തവ രക്തസ്രാവം, പൈൽസ് മൂലമുള്ള രക്തസ്രാവം എന്നിവ കുറയ്ക്കാൻ ഇതിന് പ്രത്യേക കഴിവുണ്ട്. ശരീരത്തിലെ അമിതമായ ചൂട് കുറച്ചാണ് ഇത് സാധ്യമാക്കുന്നത്. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. പരീക്ഷാ സമയത്ത് കുട്ടികൾക്കും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന മുതിർന്നവർക്കും ഇത് വലിയ ആശ്വാസം നൽകും. മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്കും രോഗത്തിന് ശേഷം ശരീരം തളർന്നവർക്കും കരുത്ത് വീണ്ടെടുക്കാൻ ഈ രസായനം സഹായിക്കും. ഇത് മാംസപേശികളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. അമിതമായ ചൂട്, കൈകാലുകൾക്ക് എരിച്ചിൽ, അസിഡിറ്റി, വയറിലെ അൾസർ എന്നിവയുള്ളവർക്ക് കൂശ്മാണ്ഡ രസായനം ഉത്തമമാണ്. ഇത് ആമാശയത്തെ തണുപ്പിക്കുകയും ആസിഡിന്റെ നില ക്രമീകരിക്കുകയും ചെയ്യുന്നു. സാധാരണയായി 1 ടേബിൾ സ്പൂൺ ദിവസവും 2 നേരം ഭക്ഷണത്തിന് ശേഷം കഴിക്കാവുന്നതാണ്. രസായനം കഴിക്കുന്ന സമയത്ത് അമിതമായി എരിവുള്ളതും പുളിയുള്ളതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതിൽ ശർക്കരയോ പഞ്ചസാരയോ അടങ്ങിയിട്ടുള്ളതിനാൽ പ്രമേഹമുള്ളവർ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ.